Good morning, my dear students. Our next topic is local variables and global variables. Local variables. Local variables are defined inside the function. Multiple functions cannot be used them. That is, the life of the local variable is within that function. Next one, global variables. Global variables are defined outside the main function. Multiple functions can use them. Okay. Local variables എന്ന് പറയുന്നത് എന്താണ്? Local variables defined ഇൻസൈഡ് ദി ഫങ്ഷൻ. ഒരു ഫങ്ഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് ലോക്കൽ വേരിയബിൾസ്. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ആ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നോടം വരെ മാത്രമേ അതിൻ്റെ ലൈഫ് ഉള്ളൂ. ഓക്കെ, അതായത് ഒരു ഫങ്ഷൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലൈഫ് ആ ഫങ്ഷൻ ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നോടം വരെ അതിൻ്റെ ലൈഫ് ഉണ്ടാകത്തുള്ളൂ. അതായത് ഔട്ട്സൈഡ് ദി ഫങ്ഷൻ, ആ ഫങ്ഷന് വെളിയിലേക്ക് അതിൻ്റെ വാല്യൂസിനെ നമുക്ക് കിട്ടില്ല. ഓക്കെ, പക്ഷേ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈൻ ഔട്ട്സൈഡ് ദി മെയിൻ ഫങ്ഷൻ. മെയിൻ ഫങ്ഷന് മുമ്പ് വെളിയിൽ, മെയിൻ ഫങ്ഷന് വെളിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷന് വേരിയബിൾസിന് പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ വേരിയബിൾസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ആയിരിക്കും. ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസ് ആണ് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ആ ഫങ്ഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നോടം വരെ ആയിരിക്കും. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ഡിഫൈൻ ഔട്ട്സൈഡ് ദി മെയിൻ ഫങ്ഷൻ. മെയിൻ ഫങ്ഷന് വെളിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻ വേരിയബിൾസിന് പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതെന്താണ്? വോയിഡ് ഫൺ ഓഫ് വോയിഡ് ഓഫ് ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇതാണ് നമ്മുടെ ഫങ്ഷൻ ഡിക്ലറേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയോ ഫൺ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ യൂസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഈ ഒരു ഡിക്ലറേഷൻ്റെ അർത്ഥം. ഓക്കെ, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? വോയിഡ് ആണ്. ഓക്കെ, അതിൻ്റെ ആർഗ്യുമെൻസിൻ്റെ ഡാറ്റ ടൈപ്സ് എന്താണ്? വോയിഡ് ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്തൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഫൺ എന്ന് പറയുന്ന ഈ ഫങ്ഷൻ്റെ അകത്ത് വോയിഡായിട്ട് നമ്മൾ ആർഗ്യുമെൻസിനെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഫങ്ഷൻ്റെ അകത്ത് നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല, ഒരു ആർഗ്യുമെൻസും ഇതിൻ്റെ അകത്ത് ഇല്ല. ഇനി റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ആ ഫങ്ഷൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ലൈൻ ഇൻറ്റ് b = 10, c = 5. ഇതാണ് നമ്മുടെ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? മെയിൻ ഫങ്ഷന് മുകളിൽ, ഔട്ട്സൈഡ് ദി മെയിൻ ഫങ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേരിയബിൾസ് ആണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു വേരിയബിൾസായ ബിയുടെയും സിയുടെയും വാല്യൂസ് എന്താണ്? 10ഉം 5ഉം. ഇപ്പോൾ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം നമുക്ക് ആ വേരിയബിൾസിനെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻ മെത്തേഡിലേക്ക് കയറി ദെൻ ക്ലിയർ സ്ക്രീൻ കൊടുത്തു. പ്രിൻറ്റ്എഫ് in main ഫംഗ്ഷൻ്റെ അകത്ത് b = %d. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് b? %d എന്ന് പറയുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോർമാറ്റ് സ്പെസിഫയർ കൊടുക്കുന്നത്. b = %d എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് b? 10 ആൻഡ് c = %d. സിയുടെ വാല്യൂ ഏതാണ്? 5 ആണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ബിയുടെയും സിനെയും നമുക്ക് കിട്ടുന്നത്? എന്തുകൊണ്ടെന്നാൽ അത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. മെയിൻ മെത്തേഡിന് വെളിയിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേരിയബിൾസിനെ നമ്മൾക്ക് ഈ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഫൺ ഓഫ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഫൺ ഓഫ് എന്ന് പറയുമ്പം നമ്മുടെ കമ്പൈലറിൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഫൺ ഓഫ് എന്ന് പറയുന്ന ഈ മെത്തേഡ് കാണുമ്പം എങ്ങോട്ടേക്കാണ് കഴ്സർ മൂവ് ചെയ്യുന്നത്? ഫൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയാണോ നമ്മുടെ പ്രോഗ്രാമിൽ ഉള്ളത് അവിടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം മാത്രമേ ഇത് എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ എന്നോർക്കുക. അപ്പോൾ ഫംഗ്ഷനെ ഇവിടുന്ന് വിളിച്ചു, ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് ഏത് ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്? എവിടെയാണോ ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴ്സർ. ഇവിടെ നമ്മുടെ ബിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ്. b++ എന്ന് പറഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. ബിയുടെ ഇപ്പോഴത്തെ വാല്യൂ
10 ആണ്, അതൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 11 ആകുന്നു. സിയുടെ വാല്യൂ ഒന്ന് കുറയുന്നു. മൈനസ് മൈനസ് വെച്ചാൽ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ്. സിയുടെ വാല്യൂ 5 ആയിരുന്നു, അതൊന്ന് കുറഞ്ഞ് 4 ആകും. ഇവിടെ നമ്മൾ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്? ബിക്കോസ് ഡാറ്റ ടൈപ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് വോയിഡ് ആയതുകൊണ്ട് നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും റിട്ടേൺ ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. സോ പ്രിൻ്റ് ഓഫ് ഈക്വൽ ടു ബി ഈക്വൽ ടു %d ആൻഡ് സി ഈക്വൽ ടു %d. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി ഹിയർ? ബിയുടെ വാല്യൂ ഇവിടെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിരുന്നു, 11 ആകും. ആൻഡ് സിയുടെ വാല്യൂ ഒന്ന് കുറഞ്ഞിരുന്നു, സോ 4 ആകും. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ബി ഈക്വൽ ടു 11 ആൻഡ് സി ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ് എങ്ങോട്ടേക്ക് തിരിച്ചു വരും? കഴ്സർ നേരെ തിരിച്ച് ഈ ലൈനിൽ വന്ന് നിൽക്കും. ഓക്കെ, ഇവിടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ബിയുടെ വാല്യൂ എഗെയിൻ, ആദ്യമേ ബിയുടെ വാല്യൂ 10 ആയിരുന്നു. ഫണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ചെന്നപ്പോൾ ബിയുടെ വാല്യൂ 11 ആയി. തിരിച്ച് വീണ്ടും മെയിൻ ഫംഗ്ഷനിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. സോ ബിയുടെ വാല്യൂ എന്താകും? 12 ആകും. സിയുടെ വാല്യൂ ഫസ്റ്റ് ടൈം 5 ആയിരുന്നു. ദെൻ ഫണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ചെന്നപ്പോൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ 4 വന്നു. സോ എഗെയിൻ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇവിടെയും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി എന്ന് പറയുന്നത് 3 ആകും. ഇവിടെ നമ്മളൊരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇൻ മെയിൻ മെത്തേഡ് ബി ഈക്വൽ ടു %d. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? b equal to 12 and c equal to %d. What is the value of c? c equal to 3. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ആൻഡ് മെയിൻ ഫംഗ്ഷന് വെളിയിൽ, മെയിൻ മെത്തേഡിന് ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ വേരിയബിൾസ് ആണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. CR മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് കയറുന്നു. ഇവിടെ ഒരു പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബിയുടെ വാല്യൂവും സിൻ്റെ വാല്യൂവും പ്രിൻറ്റ് ചെയ്യുന്നു. ഇൻ മെയിൻ മെത്തേഡ് ബി ഈക്വൽ ടു 10 ആൻഡ് സി ഈക്വൽ ടു 5. എന്തുകൊണ്ടാണ് ഇവിടെ ബിയും സിയും നമുക്ക് കിട്ടുന്നത്? ബിക്കോസ് ബിയും സിയും ഗ്ലോബൽ വേരിയബിൾ ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസിൽ എവിടെ വേണമെങ്കിലും ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ കോളാണ്. ഈ ലൈനിലേക്ക് വരുമ്പം ഫൺ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയോ ഫൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന്. സോ നേരെ കട്സർ എങ്ങോട്ടേക്കായിരിക്കും മൂവുക? സ്റ്റേറ്റ്മെൻറ്റ്സ് നേരെ ഫൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ബിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു ആൻഡ് സിയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ. ഇൻ ഫൺ ഓഫ് മെത്തേഡ് ബി ഈക്വൽ ടു 11 ആൻഡ് സി ഈക്വൽ ടു 4. എഗെയിൻ ഇവിടെ നിന്നും എക്സിറ്റായി കൺട്രോൾ നേരെ തിരിച്ച് മെയിൻ മെത്തേഡിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നു. ഇവിടെ ബിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോ ബി ഈക്വൽ ടു 12 ആൻഡ് സിയുടെ വാല്യൂ ഒന്ന് കുറയുന്നു. സോ സി ഈക്വൽ ടു 3. ഓക്കെ, ദെൻ ഇവിടെ ഒന്നും പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിന് ശേഷം ഇവിടെ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ എക്സിറ്റ് ഫ്രം ദി പ്രോഗ്രാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇൻ ദി അബോവ് പ്രോഗ്രാം വേരിയബിൾ ബി ആൻഡ് സി ആർ ഡിഫൈൻ ഔട്ട്സൈഡ് ദി മെയിൻ, ഹെൻസ് ദേ ആർ ഗ്ലോബൽ വേരിയബിൾസ്. നോക്കാം, മെയിൻ മെത്തേഡിന് വെളിയിലാണ് ബിയും സിയും കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ദേ ക്യാൻ ബി കോൾഡ് ബൈ എനി അതർ ഫങ്ഷൻസ്. ഇത് സെയിം വേരിയബിൾ ബി ആൻഡ് സി ആർ യൂസ്ഡ് ത്രൂ ഔട്ട് ദി പ്രോഗ്രാം. ഇൻ മെയിൻ മെത്തേഡ് വാല്യൂ ഓഫ് ബി ആൻഡ് സി ആർ പ്രിൻറ്റഡ്. ഇത് ഗ്ലോബൽ വേരിയബിൾ ആയതുകൊണ്ട് ഈ വേരിയബിൾസിനെ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം എവിടെ വേണമെങ്കിലും നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻ മെത്തേഡിൽ കയറുമ്പോൾ ബിയുടെ വാല്യൂം സിയുടെ വാല്യൂം പ്രിൻറ്റ് ചെയ്യുന്നു, അതായത് 10ഉം 5ഉം. ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നു ബിക്ക്. സോ 11 ആകുന്നു. സിക്ക് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നു. സോ 4 ആകുന്നു. എഗെയിൻ റിട്ടേൺ മെയിൻ മെത്തേഡ് ബി ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ നടക്കുന്നു. സോ 12. എഗെയിൻ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ഓഫ് സി ഈക്വൽ ടു 3 ആകുന്നു. ദി ഫംഗ്ഷൻ ഫൺ ഈസ് കോൾഡ് ബി ഈസ് ഇൻക്രിമെൻറ്റഡ് ആൻഡ് സി ഈസ് ഡിക്രിമെൻറ്റഡ്. ഫംഗ്ഷൻ്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇത് ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ആണ്, ഇത് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? വോയിഡ് ആണ്. വോയിഡിൻ്റെ അർത്ഥം എന്താണ്? ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഇവിടെ നിന്നും ഒരു വാല്യൂസും നമ്മുടെ മെയിൻ മെത്തേഡിലേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്കിവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, B and again B is incremented and C is decremented. The value of B and C are printed. Here both the functions use the same variables. ഇവിടെ നോക്കാം, വീണ്ടും മെയിൻ മെത്തേഡിലേക്ക് വരുമ്പോൾ ബിയുടെ വാല്യൂ ഒന്ന് കൂടുന്നു ആൻഡ് സിയുടെ വാല്യൂ ഒന്ന് കുറയുന്നു. നമ്മൾ ഈ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം നമ്മൾ ഏത് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ബിയും സിയും വേരിയബിൾസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ മെത്തേഡിലും ബിയും സിയും യൂസ് ചെയ്യുന്നു, അതുപോലെ ഫൺ എന്ന് പറയുന്ന ഫംഗ്ഷനിലും ബിയും സിയും യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ബി ആൻഡ് സി വേരിയബിൾ
variables are global variables. Okay, then next one is a return statement. Return statements means the user defined function uses the return statement to return the value to the calling function. Exit from the called function to the calling function is done by the use of the return statement. When the return statement is executed without argument, it always return 1. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എപ്പോഴാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് അല്ലാതെ ഏത് ഡേറ്റ ടൈപ്സ് വന്നാലും നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ, നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, ആ കോൾഡ് ഫംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കാൽക്കുലേഷൻസ് പെർഫോം ചെയ്തതിന് ശേഷം കോൾഡ് ഫംഗ്ഷനിൽ നിന്നും കോളിംഗ് ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഇൻറ്റ് ആഡ് ഇൻറ്റ് കോമ ഇൻറ്റ് സെമിക്കോളൻ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിമിലുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഏതാണ്? ഇൻറ്റ് ആണ്. ദെൻ എത്ര ആർഗ്യുമെൻറ്റ്സ് അതിന് പാസ് ചെയ്യുന്നുണ്ട്? 2 ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണെന്ന് നമ്മൾ അറിഞ്ഞത്? എൻഡിങ് വിത്ത് എ സെമിക്കോളൻ. ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഇതാണ്. റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെൻറ്റ്സ് ലിസ്റ്റ്. ആർഗ്യുമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഓക്കെ, ദെൻ എൻഡിങ് വിത്ത് എ സെമിക്കോളൻ ആണ് എങ്കിൽ അതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ഓക്കെ, ദെൻ മെയിൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്തു. മെയിൻ മെത്തേഡിലേക്ക് കയറി int x equal to 1 and y equal to 2 and z. എക്സിൻ്റെ വാല്യൂ 1 ആയിട്ടും വൈയുടെ വാല്യൂ 2 ആയിട്ടും നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. z എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. ഈ 3 വേരിയബിളിൻ്റെയും ഡേറ്റ ടൈപ്പ് എന്ത് തന്നെയാണ്? ഇൻ്റ് ആണ്. ദെൻ z ഈക്വൽ ടു ആഡ് ഓഫ് എക്സ് കോമ വൈ. എന്തുകൊണ്ടാണ് നമ്മളിവിടെ z ഈക്വൽ ടു എന്ന് പറഞ്ഞത്? ഇതിൻ്റെ അർത്ഥം ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷനിലേക്ക് എത്ര വേരിയബിൾസ് പോകുന്നുണ്ട്? 2 ഇൻറ്റിജർ വാല്യൂസ് പോകുന്നുണ്ട്. അതായത് ആഡ് ഓഫ് 1, 2. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് കഴ്സർ എങ്ങോട്ടേക്കാണ് വരുന്നത്? എവിടെയാണോ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് എയിലേക്കും വൈയുടെ വാല്യൂ ബിയിലേക്കും അസൈൻ ചെയ്യുന്നു. അതായത് എക്സിൻ്റെ വാല്യൂ ആയ 1 ആർക്ക് പോകും? എയ്ക്കും. വൈയുടെ വാല്യൂ ആയ 2 ഏതിലേക്കും വരും? ബിയിലേക്കും വരും. ദെൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സി ഈക്വൽ ടു എ പ്ലസ് ബി. സി സം ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്യുന്നു. സിയിൽ ഇപ്പം 1 + 2 = 3 എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്, വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ആ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഇത് റിട്ടേൺ ടൈപ്പ് ഈസ് ഇൻറ്റ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഈ ഫംഗ്ഷനിൽ നിന്നും ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നാണ് അർത്ഥം. അപ്പോൾ റിട്ടേൺ ഓഫ് സി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി? 3. ഇപ്പോൾ റിട്ടേൺ ഓഫ് 3 എങ്ങോട്ടേക്കാണ് റിട്ടേൺ ചെയ്തത്? എവിടെ നിന്നാണോ ഫംഗ്ഷനെ കോൾ ചെയ്തത് അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. ഇവിടെ അവിടുന്ന് വരുന്ന 3 എന്ന് പറയുന്ന വാല്യൂവിനെ റിസീവ് ചെയ്യാൻ ഇവിടെ ഏത് വേരിയബിൾ ആണുള്ളത്? ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സോ ഇസഡ് ഈക്വൽ ടു, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ദെൻ ഇസഡ് ഈക്വൽ ടു ആയതുകൊണ്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ് നൗ? 3 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇവിടെ നമ്മൾ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പ്രിൻ്റ് ഓഫ് ഇസഡ് ഈക്വൽ ടു %d, ഇസഡ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ്? 3. ഓക്കെ, അപ്പോൾ ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇത് ഡാറ്റ ടൈപ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈസ് വോയിഡ് ആണെന്ന് വിചാരിക്കുക. വോയിഡ് ആണെങ്കിൽ നമ്മൾക്കിവിടെ ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കിതിന് പകരം എന്തെന്ന് കൊടുത്താൽ മതി? ആഡ് ഓഫ് എക്സ് കോമ വൈ എന്ന് മാത്രം കൊടുത്താൽ മതി. ദെൻ ഇവിടെ ഫംഗ്ഷനിലേക്ക് വരുന്നു, ഇവിടെ സം കണ്ടുപിടിക്കുന്നു, ഇവിടെ റിട്ടേൺ എന്ന് പറയുന്ന ലൈൻ കൊടുക്കുന്നതിന് പകരം നമ്മൾക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് പ്രിൻ്റ് ഓഫ് ദി വാല്യൂ ഓഫ് സി ഈക്വൽ ടു %d, c എന്ന് ഇവിടെ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ട്? നമ്മുടെ ഡാറ്റ ടൈപ്പ് വോയിഡ് ആണ് എങ്കിൽ ഒരു ഫംഗ്ഷനിൽ നിന്നും നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂസും റിട്ടേൺ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഫംഗ്ഷനിൽ നിന്നും മസ്റ്റായിട്ടും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്. ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം റിട്ടേൺ ചെയ്ത്. ഇപ്പോൾ ഫ്ലോട്ട് ആയിരുന്നെങ്കിലോ, ഇവിടെ ഫ്ലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലോ എന്തായിരിക്കണം? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയിരിക്കണം ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ റിസൾട്ട് എന്തെന്ന് കിട്ടും? ഇസഡ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, താങ്ക് യു.